നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. സംസ്ഥാനത്തെ മഴ മുന്നറിയിപ്പ് നോക്കാം. ഇന്നും ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നാണ് മുന്നറിയിപ്പ്. പ്രത്യേകിച്ച് ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ട്. 8 ജില്ലകളിൽ ഇന്ന് യെല്ലോ അലർട്ടാണ്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശൂർ ജില്ലകളാണ് യെല്ലോ അലർട്ട്. അറബിക്കടലിലെ തീവ്ര ന്യൂനമർദ്ദത്തിന്റെ സ്വാധീന ഫലമായാണ് കേരളത്തിൽ മഴ സജീവമാകുന്നത്. മഴയ്ക്കൊപ്പം മണിക്കൂറിൽ 50 കിലോമീറ്റർ വേഗതയിൽ കാറ്റ് വീശാൻ സാധ്യതയെന്നും മുന്നറിയിപ്പുണ്ട്. പ്രതികൂല കാലാവസ്ഥയെ തുടർന്ന് കേരള തീരത്ത് ഏർപ്പെടുത്തിയിരുന്ന മത്സ്യബന്ധന വിലക്ക് പിൻവലിച്ചു. പക്ഷേ കർണാടക തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക് തുടരും. ഇടുക്കിയിൽ ഇടവിട്ട് മഴ തുടരുന്നുണ്ട്. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ മണ്ണിടിച്ചിൽ ഭീഷണി തുടരുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ മണ്ണിടിഞ്ഞ് അടിമാലിയിലും പള്ളിവാസലും വീണ്ടും മണ്ണിടിയാനും സാധ്യതയുണ്ട്. പള്ളിവാസൽ വഴി ഭാരവാഹനം കടത്തിവിടുന്നില്ല. ധനസഹായം നൽകാതെ അടിമാലിയിൽ റോഡിലേക്ക് ഇടിഞ്ഞു കിടക്കുന്ന മണ്ണ് നീക്കം ചെയ്യാൻ അനുവദിക്കില്ലെന്ന് പ്രദേശവാസികൾ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. എന്തായാലും മഴ മുന്നറിയിപ്പ് ഇപ്രകാരമാണ് ആയിരിക്കുന്നത്. ഇന്ന് 8 ജില്ലകളിലാണ് മുന്നറിയിപ്പുള്ളത്. ഒരിക്കൽ കൂടി പറയുകയാണ്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ ജില്ലകളാണ് മഞ്ഞ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത്. വരുന്ന 3 മണിക്കൂറിൽ കേരളത്തിലെ എല്ലാ ജില്ലകളിലും ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇടത്തരം മഴയ്ക്ക് മണിക്കൂറിൽ 40 കിലോമീറ്റർ വേഗതയിൽ ശക്തമായ കാറ്റിന് സാധ്യതയുണ്ട്. അതുകൊണ്ട് ആ ഒരു ജാഗ്രതാ നിർദ്ദേശം കൂടി നമ്മൾ പാലിച്ചിരിക്കേണ്ടതായിട്ടുണ്ട്. അതേസമയം ഭീതി തീർത്ത് മോന്ത ചുഴലിക്കാറ്റും ആഞ്ഞു വീശുകയാണ്. ബംഗാൾ ഉൾക്കടലിൽ മോന്ത തീവ്ര ചുഴലിക്കാറ്റ് തീവ്ര ചുഴലിക്കാറ്റായി മാറി മധ്യ പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിന് മുകളിലായി സ്ഥിതി ചെയ്യുകയാണ്. വടക്ക് പടിഞ്ഞാറ് ദിശയിൽ നീങ്ങി കഴിഞ്ഞ ദിവസം വൈകുന്നേരത്തോടെ ആന്ധ്രാപ്രദേശ് തീരത്ത് മച്ചിലിപട്ടണത്തിനും കലിംഗ പട്ടണത്തിനും ഇടയിൽ കാക്കിനടയ്ക്ക് സമീപം തീവ്ര ചുഴലിക്കാറ്റായി മണിക്കൂറിൽ പരമാവധി 110 കിലോമീറ്റർ വേഗതയിൽ കരയിൽ പ്രവേശിച്ചിട്ടുണ്ട്. അത് ഒഡീഷ തീരത്തേക്ക് ഇപ്പോൾ നീങ്ങിയിരിക്കുകയാണ്. അറബിക്കടലിൽ തീവ്ര ന്യൂനമർദ്ദം തുടരുകയാണ്. മധ്യകിഴക്കൻ അറബിക്കടലിന് മുകളിലായി തീവ്ര ന്യൂനമർദ്ദം സ്ഥിതി ചെയ്യുന്നു. ഇത് അടുത്ത 36 മണിക്കൂറിനുള്ളിൽ മധ്യകിഴക്കൻ അറബിക്കടലിലൂടെ വടക്ക് കിഴക്കൻ ദിശയിൽ നീങ്ങാൻ സാധ്യതയുണ്ടെന്ന മുന്നറിയിപ്പൊക്കെ കഴിഞ്ഞ ദിവസം പുറപ്പെടുവിച്ചതാണ്. എന്തായാലും മോന്ത വലിയ രീതിയിലുള്ള ഒരു ഭീഷണിയാണ് സൃഷ്ടിക്കുന്നത്. അത് കേരളത്തിനെ ബാധിക്കും. അപ്പോൾ കഴിഞ്ഞ ദിവസം ആന്ധ്രാപ്രദേശ് തീരത്തൊക്കെ വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുകയുണ്ടായി. ഒഡീഷ തീരത്തേക്ക് പോയി. എന്തായാലും കേരളത്തിന് ആശങ്കപ്പെടേണ്ടതുണ്ടോ എന്ന കാര്യത്തിൽ മലയാളി വാർത്തയോട് പ്രതികരിച്ചിരിക്കുകയാണ് കേരള കാലാവസ്ഥാ കേന്ദ്ര ഡയറക്ടർ നീത കെ ഗോപാൽ. പ്രതികരണത്തിലേക്ക്. ഇപ്പോൾ നമുക്ക് ഈ കാണുന്ന മഴ എന്ന് പറയുന്നത് മോന്ത ചുഴലിക്കാറ്റുമായിട്ട് അസോസിയേറ്റഡ് ആയിട്ട് തന്നെയാണ്. പക്ഷെ ഒരു കാര്യം ശ്രദ്ധിക്കണം, ചുഴലിക്കാറ്റ് നമ്മൾ നേരിട്ട് ബാധിക്കുന്നില്ല. അതിന്റെ ശക്തിയായ കാറ്റ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമ്മൾ നേരിട്ട് ബാധിക്കുന്നില്ല. നമുക്ക് മഴ കൂടുതൽ കിട്ടുന്നുണ്ട്. ആ ഒരൊറ്റ കാര്യം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇന്ന് ഈ ചുഴലിക്കാറ്റ് അതിതീവ്ര ചുഴലിക്കാറ്റായിട്ട് ബംഗാൾ ഉൾക്കടലിന്റെ മധ്യഭാഗത്തായിട്ടാണ് നിലനിൽക്കുന്നത്. ഇപ്പോൾ ഈ ചാർട്ടിൽ കാണുന്നത് പോലെ ഇതാണ് ഇപ്പോഴത്തെ പൊസിഷൻ എന്ന് പറഞ്ഞത്. ഇത് ഇന്ന് വൈകുന്നേരത്തോടു കൂടി ആന്ധ്ര തീരത്ത് കാക്കിനടയ്ക്കടുത്ത് അത് തീരം തൊടും. അതിനുശേഷം ഏകദേശം ഒരു വടക്ക് ദിശയിലേക്കാണ് അത് നീങ്ങുക. അപ്പോൾ ആന്ധ്രയുടെ തീരപ്രദേശവും ഒറീസയുടെ കുറച്ച് ഭാഗവും പിന്നെ ഛത്തീസ്ഗഡിന്റെ കുറച്ച് ഭാഗവും ഒക്കെയാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഡയറക്റ്റ് ഇമ്പാക്ട്, അതായത് നേരിട്ട് ബന്ധമുണ്ടാവുന്ന സംസ്ഥാനങ്ങൾ അതൊക്കെയാണ്. നമ്മൾക്ക് ഒരു ഡിസ്റ്റന്റ് എഫക്റ്റ് എന്ന് പറയാം, അല്ലെങ്കിൽ ഒരു ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ഒരു ഇഫക്റ്റ് ആണ് കേരളത്തിൽ ഇപ്പോൾ അനുഭവപ്പെടുന്ന മഴ. അപ്പോൾ ഈ ചുഴലിക്കാറ്റിലേക്ക് ഇത് ന്യൂനമർദ്ദമാണല്ലോ, അപ്പോൾ അതിലേക്ക് ശക്തിയായ കാറ്റ് വീശുന്നതുകൊണ്ട് നമ്മളുടെ കേരള തീരത്ത് പടിഞ്ഞാറൻ കാറ്റ് വളരെ ശക്തിയിലാണ്. നല്ല ഉയരത്തിലും ഈ പടിഞ്ഞാറൻ കാറ്റുണ്ട്. അപ്പോൾ അതിന്റെ ഫലമായിട്ടാണ് നമ്മൾക്ക് ഇപ്പൊ ഈ ശക്തിയായ മഴ അനുഭവപ്പെടുന്നത്. അപ്പോൾ അത് തുടർച്ചയായ മഴയും ഈ മൂടിക്കെട്ടിയ അന്തരീക്ഷവും ഒക്കെ ഈ ന്യൂനമർദ്ദമോ അല്ലെങ്കിൽ സൈക്ലോണിക് സ്റ്റോമോ ഇതിനോടനുബന്ധിച്ചുള്ള മഴയുടെ ഒരു പ്രത്യേകത കൂടിയാണ്. അപ്പൊ ഈ സിസ്റ്റം ഇന്ന് വൈകുന്നേരത്തോട് ക്രോസ് ചെയ്ത് കുറച്ചുകൂടി വടക്കോട്ട് മാറുമ്പോഴേക്കും കേരളത്തിൽ നിന്ന് അതിന്റെ ബന്ധം മാറിക്കിട്ടും. അപ്പൊ അതിനോട് അനുബന്ധിച്ച് ഇന്ന് നമുക്ക് മഴയുണ്ട്. ഇന്ന് രാത്രിയിൽ നാളെ ഒരു ഉച്ചവരേക്കും മാത്രമേ കൂടുതൽ മഴ പെയ്യാനുള്ള സാഹചര്യമുള്ളൂ. അതിനുശേഷം മഴ കുറയും. മഴ കാര്യമായിട്ട് കുറയും. മിക്കവാറും എല്ലാ ജില്ലകളിലും നാളെയും കൂടി നാളെ രാവിലത്തെയും കൂടി ആ മഴ കണക്കിലെടുത്തുകൊണ്ട് ഇന്നും നാളെയും തിരുവനന്തപുരം മുതൽ തൃശ്ശൂർ വരെയുള്ള ജില്ലകളിലേക്ക് നമ്മൾ യെല്ലോ അലേർട്ട് കൊടുത്തിട്ടുണ്ട്. മറ്റു ജില്ലകളിലും മഴ ഉണ്ടാകും. പക്ഷേ ഈ അലേർട്ടിനുള്ള അല്ലെങ്കിൽ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിക്കാൻ പറ്റുന്ന അത്രയും ഹെവി ആയിട്ടുള്ള ഹെവി റെയിൻസ് ആയിരിക്കില്ല. ആ ഒരു പ്രത്യേകത മാത്രം. ഇന്നും നാളെയും നമുക്ക് കേരളത്തിൽ പരക്കെ മഴയുണ്ടാവും. അലേർട്ടുകൾ തൃശ്ശൂർ ജില്ല വരെ മാത്രമേ ഉള്ളൂ. അതായത് ശക്തി കുറഞ്ഞ മഴയായിരിക്കും വടക്കൻ ജില്ലകളിൽ ഉണ്ടാവുക എന്നതിനർത്ഥം. പിന്നെ നമുക്ക് ഈ ഇടിയോടുകൂടിയ മഴ ഈ കൂട്ടത്തിൽ തന്നെ ഉണ്ടാവുന്നതുകൊണ്ട് അതിനോടനുബന്ധിച്ച് കാറ്റും ശക്തിയായിട്ടുണ്ടാവാം, ഇടിമിന്നലിനുള്ള സാധ്യതയുണ്ട്.
അപ്പം അതിനുള്ള ജാഗ്രതാ നിർദ്ദേശങ്ങളും കൂടി നമ്മൾ കൊടുക്കുന്നുണ്ട്. കൂടാതെ തന്നെ മത്സ്യബന്ധനത്തിൽ ഏർപ്പെട്ടവർക്കുള്ള മുന്നറിയിപ്പും കൊടുത്തിട്ടുണ്ട്. കാരണം നമ്മളുടെ കേരള തീരത്ത് അതിശക്തമായ കാറ്റുണ്ട്. പിന്നെ ഈ മഴയോ അല്ലെങ്കിൽ ഇടിയോട് കൂടിയ മഴയോട് കൂടി പെയ്യുമ്പോൾ അതിനോടനുബന്ധിച്ചുള്ള ശക്തിയായ കാറ്റും ഉണ്ടാവാറുണ്ട്. അത് കടൽ പ്രക്ഷുബ്ധമായിരിക്കാനുള്ള ഒരു സാഹചര്യമാണ്. അതുകൊണ്ടാണ് ഇന്നും നാളെയും കേരള, ലക്ഷദ്വീപ് തീരങ്ങൾ, കർണാടക തീരങ്ങളിൽ മത്സ്യബന്ധനത്തിനുള്ള വിലക്കും അതുകൊണ്ടാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. അപ്പൊ ഇന്ന് നാളെയോടുകൂടി നമ്മുടെ മഴയ്ക്ക് ഗണ്യമായ കുറവ് വരും. നമ്മൾ ഈ അലേർട്ട് മാപ്പിൽ, ഇത് ഏറ്റവും പുതിയ മാപ്പാണ്, ഇന്ന് 1 മണിക്ക് ഉള്ള അപ്ഡേറ്റ് ആണിത്. അപ്പോൾ വരുന്ന ദിവസങ്ങളിൽ ഒറ്റപ്പെട്ട മഴയ്ക്ക് സാഹചര്യം ഉണ്ടെന്നേ ഉള്ളൂ. അതിശക്തമായ മഴയ്ക്ക് സാഹചര്യമില്ല. ഇനി കുറച്ച് ദിവസത്തേക്ക് ഏകദേശം നവംബർ 4 വരെയും നമുക്ക് നേരിയ തോതിലുള്ള മഴയും മിതമായ മഴയൊക്കെ പ്രതീക്ഷിക്കുന്നുള്ളൂ. അതിശക്തമായ മഴയ്ക്ക് സാധ്യത ഒന്നും കാണുന്നില്ല. നമ്മൾ കുറച്ച് നേരത്തെ വന്നിട്ടുള്ള റിപ്പോർട്ട് നോക്കുമ്പം തമിഴ്നാട് പ്രദേശത്തൊക്കെ ഈ ഒരു ചുഴലിക്കാറ്റിനുള്ള സാധ്യതയുണ്ട് എന്ന് കേട്ടിരുന്നു. അപ്പോൾ ഇപ്പോൾ ഇതിന്റെ ദിശ മാറി എന്നാണ്? അല്ല, ഇത് ഇങ്ങോട്ടേക്ക് ഈ സിസ്റ്റം ഇന്റൻസിഫൈ ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ തമിഴ്നാട്ടിലേക്ക് അതിന്റെ ക്ലൗഡ് ഇതിന്റെ മധ്യഭാഗം, സെൻട്രൽ പോയിന്റ് ആണ് നമ്മൾ പ്ലോട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പൊ ആ ക്ലൗഡിന്റെ ഇമേജ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. കാര്യം സിസ്റ്റം എവിടെയാണെങ്കിലും ഈ ക്ലൗഡ് ഇവിടെ മുഴുവനും എല്ലാം ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ഫലമായിട്ടാണ് ആദ്യം സൂചിപ്പിച്ച പോലെ തമിഴ്നാട്ടിലെ, പ്രത്യേകിച്ചും ചെന്നൈ അടക്കമുള്ള പ്രദേശങ്ങളിൽ അതിശക്തമായ മഴ പെയ്തത് ഈ സിസ്റ്റം തമിഴ്നാടിനോട് കൂടുതൽ അടുത്തിരുന്ന സമയത്താണ്. അപ്പൊ അത് വീണ്ടും വടക്കോട്ടേക്ക് മാറുന്നതോടുകൂടി തമിഴ്നാട്ടിലെയും മഴ കുറയും. പിന്നെ മഴ ആന്ധ്ര കോസ്റ്റിലും ഒറീസയിലും, ആദ്യം സൂചിപ്പിച്ച പോലെ ഛത്തീസ്ഗഡ്, ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ മാത്രമായിരിക്കും. അപ്പോൾ നമ്മൾ കേരളത്തിലും ആ ക്ലൗഡിന്റെ ഇത് കാണാൻ പറ്റും. ഇതാണ് നമ്മുടെ സംസ്ഥാന കേരളം. അപ്പം സൈക്ലോണിക് സ്റ്റോം ഇതാണെങ്കിലും നമ്മുടെ പെനിൻസുലയിൽ അല്ലെങ്കിൽ ഇന്ത്യയുടെ തെക്ക് ഭാഗം മുഴുവനും ഇതിന്റെ ഇൻഫ്ലുവൻസിലാണ്. നമുക്ക് മേഘപടലം ഉണ്ട്, ഇവിടെ ശക്തിയായ മേഘപടലമുണ്ട്. അപ്പൊ ഈ കാണുന്ന മഴമേഘങ്ങളാണ് നമുക്ക് മഴ തരുന്നതിന് കാരണമാകുന്നത്. അപ്പൊ കേരളത്തില് കിട്ടുന്ന മഴ അത് തൃപ്തികരമായ രീതിയിലാണോ? അതെ, നമുക്ക് ഈ സീസൺ തുടങ്ങിയത് ഒക്ടോബർ 1 മുതൽ ഇന്ന് വരെയുള്ള സീസണൽ ടോട്ടൽ എടുക്കുമ്പോൾ ഇന്ന് -7% ആണ്, -7% ഡിപ്പാർച്ചർ. എന്ന് വെച്ചാൽ നമ്മൾ ശരാശരി ഈ സമയത്ത് 28-ാം തീയതി വരെ കിട്ടുന്ന ശരാശരി മഴയുടെ ഏകദേശം ഒപ്പം തന്നെ ഇപ്പൊ മഴ പെയ്തിട്ടുണ്ടെന്നാണ്. അപ്പൊ ഇതുവരെയുള്ള മഴയുടെ കണക്ക് നമുക്ക് തൃപ്തികരമായ രീതിയിൽ തന്നെയാണ് പോകുന്നത്. ചുഴലിക്കാറ്റിനെ കുറിച്ച് കൂടെ പറയുമ്പോൾ അതിന്റെ ഒരു പേരുണ്ടല്ലോ, മോൻത എന്ന് പറയുന്ന ഒരു പേര്. അത് മലയാളികളെ സംബന്ധിച്ച് ആ പേര് എങ്ങനെ വന്നു എന്നുള്ളൊരു കൗതുകം കൂടെ ഉണ്ട്. അത് ഈ അറബിക്കടലിലും ഇന്ത്യൻ മഹാസമുദ്രത്തിലും ബംഗാൾ ഉൾക്കടലിലും ഉണ്ടാകുന്ന ചുഴലിക്കാറ്റുകൾ ഇത് ബാധിക്കുന്ന കോസ്റ്റൽ സ്റ്റേറ്റ്സ് ഉണ്ട്. അതായത് നമ്മളുടെ ബംഗ്ലാദേശ്, ബർമ്മ, ഇന്ത്യ, ശ്രീലങ്ക, മാൽഡീവ്സ്, അങ്ങനെ തുടങ്ങി പാകിസ്ഥാൻ, ഇറാൻ, സൗദി അറേബ്യ, ഇങ്ങനെ ഇതിന്റെ ബൗണ്ടറിയിൽ വരുന്ന എല്ലാ രാജ്യങ്ങളും ഈ ഒരു ലിസ്റ്റ് പേരുകൾ തരും. അപ്പൊ ആ ലിസ്റ്റ് നമ്മൾ RA2 റീജിയൻ എന്ന് പറയും. നമ്മളുടെ ഇങ്ങനെ കാലാവസ്ഥാപരമായിട്ട് നമ്മുടെ ഈ റീജിയനെ RA2 റീജിയൻ എന്നാണ് പറയുന്നത്, അല്ലെങ്കിൽ ഏഷ്യ പസഫിക് റീജിയൻ എന്ന് പറയാം. അപ്പൊ ഈ ഇവിടെ ഫോം ചെയ്യുന്ന ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ഉണ്ടാവുന്ന സൈക്ലോണുകൾ ബാധിക്കുന്ന രാജ്യങ്ങളെല്ലാം കൂടിയാണ് ഈ ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ ഓരോ രാജ്യങ്ങളും ഒരു ലിസ്റ്റ് പ്രിപ്പയർ ചെയ്ത് തരും. ഇന്ത്യയും അതുപോലെ കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് ലോക കാലാവസ്ഥാ സംഘടന അല്ലെങ്കിൽ വേൾഡ് മീറ്ററോളജിക്കൽ ഓർഗനൈസേഷൻ ആണ് ഇത് പിന്നീട് ഫൈനലൈസ് ചെയ്യുന്നത്.